പ്രാദേശിക ചരിത്രം പരിചയപ്പെടുത്തുന്ന ഞാൻ ബാക്ക് മീഡിയ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കണ്ണൂർ ജില്ലയിലെ കടന്നപ്പള്ളി ഗ്രാമപഞ്ചായത്തിൽപ്പെട്ട ആലക്കാടിലെ മടയടിപ്പാറ വിസ്തൃതിയുടെ കാര്യത്തിൽ ഏറെ പ്രസിദ്ധമാണ്. പ്രകൃതിജന്യമായി രൂപപ്പെട്ട ഈ ഗുഹ ഒരു കാലത്ത് നരിയുടെ വാസസ്ഥലമായാണ് അറിയപ്പെട്ടിരുന്നത്. മടയടി എന്നും മടയടിപ്പാറ എന്നുമാണ് ഗുഹ സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിന് മുഴുവനായി ഗ്രാമവാസികൾ വിളിക്കുന്ന പേര്. ദ്വാരം, നീർച്ചാൽ, ഗുഹ എന്നിവയ്ക്കൊക്കെ നാട്ടുഭാഷയിൽ വിളിക്കുന്ന പേരാണ് മട. മടയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന പാറ പിന്നീട് മടയടിപ്പാറയായും മടയടിയായും അറിയപ്പെട്ടു. ഈ പരിസരങ്ങളിൽ കിണർ കുഴിക്കുമ്പോൾ പല സ്ഥലങ്ങളിലും ചെങ്കുത്തായ പാതാളങ്ങൾ കാണാറുണ്ട്. ഇത്തരം മടകൾ കാണപ്പെടുന്ന സ്ഥലത്ത് നിലകൊള്ളുന്നതിനാൽ തന്നെ ഈ ഗുഹയുടെ അകത്ത് ഇത്തരം വിള്ളലുകൾ ധാരാളമായി കാണപ്പെടുന്നു. വലിയ ശിലകൾക്കും മണ്ണിനും കാലാനുസൃതമായ മാറ്റങ്ങൾ സംഭവിച്ചാണ് പല ഗുഹകളും രൂപപ്പെട്ടിട്ടുള്ളത്. അത്തരത്തിലുള്ള ഗുഹകളിൽ ഒന്നാണ് മടയടിപ്പാറ. വലിയൊരു പാറയുടെ ചുവട്ടിലെ മണ്ണ് കാലക്രമേണ ഒലിച്ചുപോയി രൂപപ്പെട്ട രൂപത്തിലാണ് മടയടിപ്പാറ കാണപ്പെടുന്നത്. മഴക്കാലത്ത് ഗുഹയിലേക്ക് അരിച്ചിറങ്ങുന്ന മഴവെള്ളം ഗുഹയുടെ ഒരു വശത്തിലൂടെ വിള്ളലുകളിലേക്ക് അരിച്ചിറങ്ങുകയാണ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള 3ഓളം ഗുഹകൾ ഈ പ്രദേശത്ത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നുവെങ്കിലും ഇതിൽ ഏറ്റവും വലിയ ഗുഹ കല്ലുകൾ പൊടിഞ്ഞ് ഇന്ന് നാമാവശേഷമായിരിക്കുകയാണ്. പ്രാചീന കാലം തൊട്ടേ മനുഷ്യവാസം ഉണ്ടായിരുന്ന ആലക്കാടിലും പരിസര പ്രദേശങ്ങളിലും ആ കാലത്തെ ശവക്കലകളായ റോക്കറ്റ് ചേംബർ ഈ ഗുഹയുടെ സമീപഭാഗങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ഗുഹകൾ പ്രാചീന മനുഷ്യർ താമസത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയതായിരിക്കാമെന്ന് അനുമാനിക്കേണ്ടിയിരിക്കും. കൊടിയ വേനലും ഈ ഗുഹയിൽ തണുത്ത അന്തരീക്ഷമാണുള്ളത്. കല്ലാലിന്റെയും പേരാലിന്റെയും സാന്നിധ്യം ഈ ഗുഹാമുഖത്ത് ഉടനീളം കാണാൻ സാധിക്കും. 36.2 മീറ്ററാണ് സുഗമമായി സഞ്ചരിക്കാൻ സാധ്യമായ ഗുഹയുടെ ഏറ്റവും നീളം കൂടിയ ഭാഗത്തുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഗുഹയുടെ നീളം ഇതിനേക്കാൾ 10 മീറ്ററോളം കൂടുതലായിരിക്കുമെന്ന് പ്രാദേശികവാസികൾ പറയുന്നു. ഗുഹയുടെ ഏറ്റവും വീതി കൂടിയ ഭാഗം 9.4 മീറ്ററും ഏറ്റവും ഉയരം കൂടിയ ഭാഗം 2.8 മീറ്ററുമാണുള്ളത്. 50ഓളം മനുഷ്യർക്ക് ഒരേ സമയം ഈ ഗുഹയിൽ പ്രവേശിക്കാൻ സാധിക്കും. നാടക പരിശീലനത്തിനും പഠന ക്ലാസുകൾക്കും ഈ ഗുഹ സാക്ഷിയാകാറുണ്ടെന്ന് ഗ്രാമവാസികൾ ഓർമ്മിക്കുന്നു. അടിയന്തരാവസ്ഥ കാലത്ത് ഒളിവിൽ പാർക്കാനും പേമാരിൽ നിന്ന് രക്ഷ നേടാനും ഈ ഗുഹ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്ന് പഴമക്കാർ പറയുന്നു. ചില കാലങ്ങളിൽ ധാരാളമായി വവ്വാലുകൾ ഗുഹയിൽ കാണപ്പെടാറുണ്ടെന്ന് പ്രാദേശികവാസികൾ പറയുന്നു. ആലക്കാട് ഫറൂഖ് നഗർ സ്ട്രീറ്റ് 6 ഭാഗികമായ റോഡ് വഴിയും പിന്നീട് കാൽനടയായും സഞ്ചരിച്ച് മടയടിപ്പാറയിൽ എത്താൻ സാധിക്കും. പാലുപള്ളി ക്ഷേത്രം റോഡ് വഴി വരികയാണെങ്കിൽ ഗുഹയുടെ പരിസരത്തേക്ക് 2 വീലറുകൾക്ക് കടന്നെത്താൻ സാധിക്കുന്നുണ്ട്. ഈ ഗുഹയുടെ മുകളിലൂടെ ചെറിയൊരു റോഡ് കടന്നു പോകുന്നതിനാൽ തന്നെ കാലക്രമേണ ഗുഹയെ രൂപപ്പെടുത്തുന്ന ഈ ഭീമൻ പാറയ്ക്ക് കേടുപാടുകൾ സംഭവിക്കാം. ആലക്കാടിലെ മടയടിപ്പാറയെ കുറിച്ചുള്ള എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടും.